ഡിയാഗോ മറഡോണ കൈവച്ചടിച്ച ഗോളിനെ വിമർശിക്കുന്നവരുണ്ടല്ലോ, അവരാണ് ഈ വീഡിയോ കാണേണ്ടത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ആരെയും വിമർശിക്കരുതെന്നോ അല്ലെങ്കിൽ നമുക്ക് ഇന്നയാളെ വിമർശിക്കാൻ ഒരു അധികാരവും ഇല്ല എന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിമർശിക്കാൻ എടുക്കുന്ന നാക്കിൻ്റെ പത്തിലൊന്ന് നല്ലത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാനും കൂടെ എടുക്കണ്ടേ. സോ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോ മുഴുവനായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ എസ്പെഷ്യലി ദൈവത്തിൻ്റെ കൈ അല്ലെങ്കിൽ ഹാൻഡ് ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഗോൾ എന്നാണ് ഉണ്ടായത് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. 1986 ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ ഉണ്ടായിട്ടുള്ള സംഭവമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. കാര്യപരിപാടികൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും യൂട്യൂബിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. ഒപ്പം വെൽക്കം ടു 80 പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ്. യെസ് ഗൈസ്, ആദ്യം തന്നെ വീണ്ടും ഒത്തിരി നന്ദി. ഒത്തിരി പേര് കമൻറ്റുകൾ ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്കും പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പം എന്നെ അവരെ കമൻറ്റിൽ ഇതിലല്ല ഇൻസ്റ്റയിൽ വലിയ ബുദ്ധിമാനാണെന്ന വിചാരം. ഞാൻ പറയാം, അത് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എൻ്റെ പ്രശ്നമല്ല, അത് നിങ്ങളുടെ പ്രശ്നമാണ്. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തന്നെയാണ് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റുക. പക്ഷേ ചിലരുടെ അടുത്ത് നമ്മൾ പറയുമ്പോൾ അവർക്ക് ആ കാര്യം മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അവരത് കേൾക്കാൻ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ കേൾക്കാത്തതുപോലെ അഭിനയിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മളത് പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഓക്കെ, താങ്ക് യു ബ്രോ, ബൈ എന്ന് പറഞ്ഞ് ഞാൻ വിടാറുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഈ വിഷയത്തിലേക്ക് വരാം. 1986 വേൾഡ് കപ്പ് ടൂർണമെൻറ്റിലേക്ക് ഈ പറയുന്ന പോലെ അർജൻറ്റീന വരുന്നത് ഒരു ഗംഭീര വരവ് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാ കാര്യത്തിലേക്കും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഡിയാഗോ മറഡോണ പുള്ളിക്കാരൻ ഒരു വല്ലാത്ത മനുഷ്യനാണ്, ഒരു എക്സ്ട്രാ ഓർഡിനറി മനുഷ്യനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇച്ചിരി വിഷ്വൽസേ കണ്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. ഇപ്പോൾ എനിക്കൊന്നും, അല്ലെങ്കിൽ നമ്മളിൽ ബഹുഭൂരിപക്ഷം പേർക്കും മറഡോണയുടെ മത്സരങ്ങളൊന്നും നേരിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടില്ല, ലൈവിൽ പോലും കാണാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി, ഇപ്പോൾ എനിക്കടക്കമുള്ളവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്, എങ്ങനെയാണ് ഈ ഗോൾ എന്നുള്ളത്, ഈ ഗോളുകൾ, പുള്ളിയുടെ ഒരു കരിയർ, ഇതൊക്കെ ഒന്ന് എടുത്തു നോക്കണം. ഒരുപാട് ഡോക്യുമെൻ്ററി സിനിമകളെല്ലാം ഇതിനെക്കുറിച്ചുണ്ട്. ഒപ്പം പുള്ളിക്കാരന് ഒത്തിരി ഗോളുകൾ എല്ലാം ഒന്നും അവൈലബിൾ അല്ലെങ്കിലും കുറേയൊക്കെയും യൂട്യൂബിലുണ്ട്. അതിൽ വലിയ ക്വാളിറ്റി ഇല്ലാതാണെന്നുണ്ടെങ്കിലും എടുത്തു നോക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് ഗോൾ ഓഫ് ദ സെഞ്ചുറിയാണ്. അതിന് മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞു വരാം. ഈ പറയുന്ന പോലെ തന്നെ ക്വാർട്ടർ ഫൈനലിലേക്ക് ഇംഗ്ലണ്ടിൻ്റെ അടുത്ത് മത്സരം എന്ന് പറയുമ്പോൾ അന്നത്തെ ഇംഗ്ലണ്ട് മോശം ഇംഗ്ലണ്ടൊന്നും അല്ല, നല്ല ഗംഭീര ഇംഗ്ലണ്ട് തന്നെയാണ്. ആ ഇംഗ്ലണ്ടുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. 50 മിനിറ്റ് വരെയും ഗോളുകളൊന്നും വീഴുന്നില്ല. എന്നാൽ 51-ാം മിനിറ്റിൽ എന്താണ്, അവിടെയാണ് ഈ വിവാദ ഗോള് പറക്കുന്നത്, ഈ കൈവച്ച തട്ടിയിട്ടുള്ള ആ ഗോള് വീഴുന്നത്. ആ ഗോള് വീണ് കഴിഞ്ഞ് 4 മിനിറ്റിനുള്ളിൽ, അതായത് 54-ാം മിനിറ്റിൽ മറ്റൊരു ഗോള് പിറന്നു. അതാണ് ഇന്നും 2002 ഫിഫ നടത്തിയിട്ടുള്ള ഒരു പോളിൽ ഗോൾ ഓഫ് ദ സെഞ്ചുറി ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടുള്ള ഗോൾ. യെസ്, അതും അടിച്ചത് ഇതേ ഡിയാഗോ മറഡോണ തന്നെയാണെന്നുള്ളതാണ്. സോ ആ ഗോളൊക്കെ സെറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഈ ഹാൻഡ് കൊടുത്തില്ല, അപ്പോൾ എല്ലാം അർജൻറ്റീനയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോള് കണ്ടിട്ട് നിങ്ങൾക്കത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസികപരമായിട്ട് അല്ലെങ്കിൽ എന്തോ യു ഹാവ് സം പ്രോബ്ലം ബ്രോ. ഐ എം നോട്ട് സെയിങ് ലൈക്ക് മെൻ്റൽ ഇഷ്യൂ എന്നല്ല, നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്നുള്ളതാണ് കാര്യം. ആ ഗോളിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യ ഗോളിൻ്റെ വിവാദം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന പോലെ ഗോളിലേക്ക് വരുന്നത്. ഏകദേശം മറഡോണയ്ക്ക് ഇതിൻ്റെ ഒരു ഹാഫിൽ നിന്ന് ആണ് ബോൾ കിട്ടുന്നത്. അവിടുന്ന് 60 മീറ്റർ ബോളുമായിട്ട് ഓടിയാണ് ഈ ഗോൾ സ്കോർ ചെയ്യുന്നത്. ഈ ഗോളിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അതായത് ബോള് റിസീവ് ചെയ്ത് കഴിഞ്ഞ് ഗോൾ വരേക്കും ഏകദേശം 10 to 11 സെക്കൻഡുകൾ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഗോൾ സ്കോർ ചെയ്യാനായിട്ട്. അതിൽ ഈ 11 ടച്ചുകൾ ഉണ്ടെന്ന് പറയുന്നു, 12 ടച്ചുകൾ ഉണ്ടെന്നും പറയുന്നു. ഇനിയിപ്പോൾ ഏത് തന്നെയാണെന്നുണ്ടെങ്കിലും 11 to 12 ടച്ചുകളുടെ ഉള്ളിൽ തന്നെ അത് ഗോളാവുന്നു. ആ ഗോളിന് മറ്റൊരു പ്രത്യേകത, 5 ഡിഫൻഡർമാരെ മാത്രമല്ല 5 ഇംഗ്ലണ്ട് താരങ്ങളെ വെട്ടിച്ച് ഡ്രിബിൾ ചെയ്ത് ഓടിപ്പോകുന്ന മറഡോണ. കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ ആ ഗോള്. അത് കഴിഞ്ഞ് ഗോൾ കീപ്പർ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. ആ ഗോൾ കീപ്പറിനെയും ബീറ്റ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, യെസ്, ഗോൾ ഓഫ് ദ സെഞ്ചുറി പിറക്കുന്നത് എന്നുള്ളതാണ്. അത് കഴിയുമ്പോൾ ഡിഗോ മറഡോണയുടെ ഓട്ടമുണ്ട്, ഒരു സെലിബ്രേഷൻ ഉണ്ട്. എൻ്റെ മോനെ, യൂട്യൂബിൽ ഇപ്പോഴും നമ്മുടെ ഫിഫയുടെയും അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, എന്ത് ഗോൾ ഓഫ് ദ സെഞ്ചുറി എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു ഗോളാണ്. അത് ഗംഭീര സാധനമാണ്. അത് പറയുമ്പോൾ തന്നെ എനിക്ക് റൊമാൻറ്റിഫിക്കേഷൻ വരുന്നുണ്ട്. കാരണം ഞാനിത് വീണ്ടും ഇപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പേരിൽ ഞാൻ ഒന്നും കൂടെ എടുത്ത് കണ്ടു. അത്ര അടിപൊളി ഗോളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം,
ഈ കൈതട്ടി 51-ാമത്തെ മിനിറ്റിനെ വിമർശിക്കുന്നവരെവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ 54-ാമത്തെ ആ മിനിറ്റിലുള്ള ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമാണെന്ന് അംഗീകരിക്കില്ല. കാര്യം അത് അവരുടെ ഒരു പ്രത്യേക അജണ്ടയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നല്ലതിനെ അംഗീകരിക്കണം. ഇപ്പം ഞാനൊരു മെസ്സി ആരാധകനാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന, എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർ ഇതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, ഞാൻ റൊണാൾഡോയെ സപ്പോർട്ട് ചെയ്യേണ്ട സമയങ്ങളിൽ കൃത്യമായിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ചെയ്യാറുണ്ട്. നല്ലത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്ലെയറിൻ്റെ ആണെങ്കിലും ക്ലബിൻ്റെ ആണെങ്കിലും അത് പറയാറുമുണ്ട്. എൻ്റെ ഏറ്റവും വലിയ, എനിക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെട്ട അർജന്റീന മെസ്സി ഫാനായിട്ട് വരുന്നവരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നീ അർജന്റീന ഫാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പോണത്, നീ മെസ്സി ഫാനല്ലേ, അപ്പം പിന്നെ നമ്മൾ ഒരിക്കലും റൊണാൾഡോയെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള മെസ്സേജുകളൊക്കെ എനിക്കെപ്പോഴും വരാറുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നല്ലതിനെ കണ്ടാൽ നല്ലതാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറഡോണയുടെയോ പെലെയുടെയോ ഈ ഗോളുകളും മറ്റു കാര്യങ്ങളും ഒന്നും കാണാൻ സാധിച്ചില്ല. അവരെ മാത്രമല്ല കേട്ടോ, മറ്റു ഒരുപാട് ലെജൻഡുകളുണ്ട്. പക്ഷേ നിങ്ങൾ എന്തൊക്കെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഗോൾ ഓഫ് ദ സെഞ്ചുറി ഇന്നതിന് 40 വയസ്സാവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം. 1986, ഞാനത് വീഡിയോയിൽ പറഞ്ഞെന്ന് വിചാരിക്കണം. ഇതേ ദിവസം ജൂൺ 22-ാം തീയതിയാണ്. സോ ദാറ്റ്സ് എ എപ്പിക് മൊമെൻറ്റ് ഓഫ് ഫുട്ബോൾ. ഒരു സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു മൊമെൻറ്റ് ഓഫ് ഫുട്ബോളാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മുടെ പരിപാടീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കരുത്. ഉറപ്പിച്ചുകൊണ്ട് ചെൽ കുപ്പി ചെൽ.